മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിലുണ്ട്. അതിൽ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തോട് ഒരുപാട് അടുത്ത് നിൽക്കും. മക്കളെടാ, അവിടെ എന്തൊക്കെയാ വിശേഷം? ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറ. പറയാനൊന്നുമില്ല. മറ്റു ചില കഥാപാത്രങ്ങൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. My mom always said life was like a box of chocolates. You never know what you're gonna get. പക്ഷേ സിനിമയിൽ നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. കഥയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പരാമർശിച്ചു പോകുന്ന ക്യാരക്ടേഴ്സ്. ഇവർക്കൊന്നും മുഖങ്ങളില്ല, പേരുകൾ കൊടുത്തു മാത്രം മനസ്സിൽ പതിപ്പിച്ച എഴുത്തുകാരൻ പോലും കണ്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ. നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കടല് തന്നാണ് ജോൺഫിയുടെ അതേ പ്രായം. എവിടെയൊക്കെ അവന്റെ ഛായ. അതിനി ദത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്റെ ജോൺഫി തന്നെയാ. നിനക്ക് വിഷമാവില്ലെങ്കിൽ നമ്മുടെ ജോൺഫിയുടെ ഡ്രസ് അവന് കൊടുത്താലോ? എന്റെ ജോൺഫിയാന്ന് എല്ലാരോടും പറഞ്ഞിട്ട് എന്നെ വെറുതെ നാട്ടിക്കല്ലേ. ഈ ജോൺഫി എങ്ങനെ മരിച്ചേ? ഞങ്ങളുടെ ജോൺഫി ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊന്നും ചെയ്യാറില്ല. അവൻ നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. അതെ, ജോൺഫി. അമ്മാമ്മയ്ക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവുമായി വരാമെന്ന് പറഞ്ഞ ജോൺഫി പിന്നീട് തിരിച്ചു വരുന്നില്ല. അമ്മമ്മയ്ക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ. ഇതുപോലൊരു കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഞാനും ചോദിച്ചതാ. അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്ക് ഒരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്തായാലും ചാന്തുവട്ട് സിനിമ കാണുമ്പോൾ അവിടെ ഇവിടെ വന്നോന്ന് കഥാപാത്രം. ഫ്രെഡിയുടെയും റോസിയുടെയും സോഷ്യൽ മീഡിയയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജോൺഫി. ജോൺഫി ആയിട്ട് ഒരു നടനെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നടൻ ഇതായിരിക്കും. സിനിമയിൽ നാട് വിട്ടു പോകുന്ന ഒരു കഥാപാത്രമായിരിക്കും ഉണ്ണി. സാധാരണയായിട്ട് ദിലീപായിരിക്കും അത് അവതരിപ്പിക്കുക. അങ്ങനെയുള്ള ഉണ്ണി യൂണിവേഴ്സ് സിനിമകളിൽ ഒന്നാണ് ജോഷിയുടെ റൺവേ. പറഞ്ഞു വരുന്നത് റൺവേ സിനിമയിലെ യഥാർത്ഥ കഥാപാത്രം പരമശിവത്തെ കുറിച്ചാണ്. ആരാ ഈ പരമശിവം? ലോറി താവളത്തിൽ നിന്ന് ചാണ്ടിക്ക് കിട്ടിയതാണ് അവനെ. പിന്നീട് ചാണ്ടിക്ക് അവനൊരു അനിയനെ പോലെയായി. 4 കൊല്ലം മുമ്പ് ഒരു ലോറി ആക്സിഡന്റിൽ ലോറി ആക്സിഡന്റിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ദിലീപിന്റെ ഉണ്ണിയോടൊപ്പം യഥാർത്ഥ പരമശിവവും ചിലപ്പോ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി സ്പിരിറ്റ് നടത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ദിലീപിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് തോന്നിയ നടൻ ഇതാണ്. ചെറുപ്പത്തിൽ നാട് വിട്ടു പോകുന്ന അവൻ്റെ പേര് ഉണ്ണി എന്നാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന പടത്തിൽ ആ പേരല്ല പറയാൻ പോകുന്നത്. ഒട്ടനാണോ ഭ്രാന്തനാണോ നമ്മളെ സൂക്ഷിക്കേണ്ട ആളാണ്. മേരിക്കുണ്ടൊരു കുഞ്ഞാട്. കാഴ്ചയിൽ തന്നെ പേടി തോന്നുന്ന ജോസേട്ടന്റെ രൂപം, അധികം ആരോടും സംസാരിക്കാത്ത സ്വഭാവം, ബലിഷ്ഠമായ ശരീരം, പക്ഷെ ആള് കള്ളന. പണ്ട് നാട് വിട്ടുപോയ മകനാണെന്ന് കരുതിയാണ് ബിജുമേനോന്റെ കഥാപാത്രത്തെ കപ്പേരയുടെ ഫാമിലി സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ജോസ്മോനാണോ? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥ ജോസ് എവിടെ? ശരിക്കുള്ള ജോസ് ഏതെങ്കിലും നാട്ടിൽ പോയി അപ്പനോടുള്ള വാശിക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി പെണ്ണും കെട്ടി ജീവിക്കണ്ടോ? എൻ്റെ പെർസ്പെക്റ്റീവില് ആ ജോസാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ രോമാഞ്ചിഫിക്കേഷൻ സീനുകളിൽ ഒന്ന്. സിനിമ തിയേറ്ററിൽ എത്തിയത് കൽക്കി എന്ന പേരിലാണെങ്കിലും സിനിമ അവസാനിപ്പിക്കുമ്പോഴും കൽക്കി ആരെന്ന് കാണിക്കുന്നില്ല. കൽക്കിയായിട്ട് കാസ്റ്റ് ചെയ്യുന്ന ആൾ പ്രഭാസിന് ഒപ്പം നിൽക്കാവുന്ന ആളും ഓപ്പോസിറ്റ് നിൽക്കുന്ന കമലഹാസന് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും ആയിരിക്കണം. ഇതിനകം തന്നെ പല നടന്മാരുടെയും പേര് ഒരുപാട് പേര് കൽക്കി റോളിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ സജസ്റ്റ് മഹേഷ് ബാബു. ഉണ്ണി യൂണിവേഴ്സിലെ മറ്റൊരു കഥാപാത്രം. പക്ഷെ ഇവിടെ നാട് വിട്ടുപോയ മകൻ തിരിച്ചു വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഉണ്ണി ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഓരോ ഫോൺ വിളികളും ഓരോ കോളിംഗ് ബെല്ലുകളും വരുണിന്റെ ഉണ്ണിയുടെ ശബ്ദമായിട്ടാ ദേവകിയമ്മയുടെയും പത്മനാഭമാഷിന്റെയും കാതുകളിൽ വന്ന് പതിക്കുന്നത്. അതിന്റെ പ്രതീക്ഷയും നിരാശയും താങ്ങാനാവാത്തോണ്ട് ഏതോ പ്രാന്തനെ സ്വന്തം മകനാന്ന് കരുതി വീട്ടിലേക്ക് വിളിച്ചിട്ട് വരുന്ന മാഷ്. ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. അപ്പോഴും യഥാർത്ഥ ഉണ്ണി മിസ്സിംഗ് ആണ്. ദിലീപിന്റെ വിഷ്ണു എന്ന കഥാപാത്രത്തെ അവർ ഉണ്ണിയായിട്ട് കണ്ടു. അന്ന് പൂരത്തിനിടയിൽ പണിക്കരുടെ കയ്യിൽ നിന്നും കാണാതായ ഉണ്ണി എവിടെയായിരിക്കും? ഒരു നാട് മുഴുവൻ കാത്തിരുന്നിട്ടും ഉണ്ണി എന്തായിരിക്കും തിരിച്ചു വരാത്തത്? അങ്ങനെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ആ കഥാപാത്രത്തിന് ചേരുന്ന ഒരു മുഖം ഇതായിരിക്കും. എന്നാലൊരു DNA ടെസ്റ്റ് പോലും നടത്താണ്ട് കയ്യിൽ പച്ച കുത്തിയത് മാത്രം വിശ്വസിച്ച് ഒരുത്തനെ മകനായി സ്വീകരിച്ച മാഷിനെ സമ്മതിക്കണം. അയ്യോ അച്ഛാ, ദേ കണ്ടോ പച്ച കുത്തിയത്? സോറി, മാഷിനെ കുറ്റം പറയാൻ പറ്റൂലേ. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്, എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. മൂകാംബികയിലേക്കെന്ന് പറഞ്ഞ് ഞാൻ പോയത് എന്റെ സൗദാമിനെ അന്വേഷിച്ചു. ചിലപ്പോ ഈ ഉണ്ണി മാഷിന്റെ ഏതെങ്കിലും വകയിലൊരു മകനായിരിക്കാം. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി,
എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. നീയൊന്നും കാണാത്ത നിനക്കൊന്നും അറിയാത്ത അഞ്ഞൂറാനെ ആനപ്പാറക്കാർ കണ്ടിട്ടുണ്ട്. പെരുവഴി കിടന്ന അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടത്തുണ്ടാക്കിയായിരുന്നു അഞ്ഞൂറാൻ. അഞ്ഞൂറാന്റെ ഭാര്യ മഹാലക്ഷ്മി, ആ കുടുംബത്തിന്റെ മഹാലക്ഷ്മി. അങ്ങനെ ഐശ്വര്യമുള്ള ഒരു മുഖം ഈ റോളിലേക്ക് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഈ ഒരു മുഖത്തെ ഒഴിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് അവഞ്ചർ. 10 வருஷம் உள்ள இருந்தேன்னு மட்டும் தானே சார் தெரியும். உள்ள போறதுக்கு முன்னாடி என்ன பண்ணிட்டு இருந்தான்னு தெரியாதுல்ல. ദില്ലി പറയുന്ന ഓരോ വാക്കുകളിൽ നിന്നും ദില്ലിയുടെ ഭാര്യയുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്നു. എന്നെ താൻ കെട്ടിക്കുവെന്നെ വരട്ടി വരട്ടി കെട്ടിക്കിട്ട മാമാ പൂവ് വെച്ചോട്, മാമാ തിരീർ വെച്ചോട്, മാമാ അത് സാപ്പിട്, മാമാ ഇത് സാപ്പിടുന്നെ സുത്തി സുത്തി വരുവാ. സ്ക്രീനിലില്ലെങ്കിലും ആ സിനിമയിൽ അത്രയും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ആ ക്യാരക്ടറിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇന്ന് തമിഴ് സിനിമയിൽ നിന്ന് ഒരു നടി എൻ്റെ മനസ്സിലുള്ളത് ഇതാണ്. ഇത്തരത്തിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ കഥയുടെ ഫ്ലോക്ക് അനുസരിച്ച് സിനിമയിൽ കയറി ഇറങ്ങി പോകാറുണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും സന്ധിക്കും വരയ്ക്കും വണക്കം.